എല്ലാവർക്കും നമസ്കാരം. പൃഥ്വി വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു മിനി കൊഴുക്കട്ടയാണ് ഞാൻ 4 മണി പലഹാരമായിട്ട് ഇന്ന് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, വളരെ പെട്ടെന്ന് ആവിയിൽ പുഴുങ്ങിയെടുക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഈ വലിയ കൊഴുക്കട്ടയൊക്കെ ഫില്ലിംഗ് ഒക്കെ വെച്ച് സർവ്വസാധാരണമായിട്ട് ഉണ്ടാക്കുന്നതാണ്. ഇത് അങ്ങനെ അധികം ഉണ്ടാക്കുന്ന ഒരു പലഹാരമല്ല. അപ്പോൾ ഇതെങ്ങനെയാണോ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. നമ്മുടെ വീഡിയോയിലേക്ക് പോകാം, വരും. ഇവിടെ മട്ട അരി 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. ഇത് ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ട് വെള്ളം ഒഴിച്ച് വെക്കുകയാണ്. ഒരു 5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാനിത് അരയ്ക്കാൻ എടുക്കുന്നത്. അപ്പോഴത്തേക്കും നല്ലതുപോലെ കുതിർന്ന് കിട്ടും. അരി നമ്മളൊരു 3-4 വട്ടം കഴുകിയിട്ട് അതിലെ വെള്ളമൊക്കെ കളഞ്ഞ് മിക്സിയുടെ വലിയ ജാറിലിട്ട് കൊടുത്തിരിക്കുകയാണ്. ഇതൊന്ന് പൊടിച്ച് എടുക്കണം. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്താൽ മതി. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം ഒട്ടും വെള്ളം ചേർക്കണ്ട, നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുത്താൽ മതി. അതിനുശേഷം ആവശ്യത്തിന് വെള്ളം കുറേശ്ശെ ചേർത്ത് നല്ലപോലെ അരച്ചെടുക്കുക. ആവശ്യത്തിന് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതൊന്ന് തരിതരിപ്പായിട്ടാണ് അരയ്ക്കേണ്ടത്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഈ തേങ്ങ ഇട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി. കുറച്ച് ജീരകവും കൂടി ഇട്ട് കൊടുക്കണം. ഒരു 1/4 ടീസ്പൂൺ ജീരകവും കൂടി ഇട്ട് കൊടുക്കണം. ഇനി ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി. തരിതരിപ്പായിട്ട് നമുക്ക് അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക്, ഒരു ബൗളിലേക്ക് പകർത്താം. കൈകൊണ്ട് തന്നെ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. വെള്ളം ഒട്ടും ഓടിപ്പോകരുത്. അല്പം വെള്ളമേ ഇതിൽ ചേർത്തിട്ടുള്ളൂ. എന്നിട്ട് നല്ല ഉരുട്ടാൻ പാകത്തിന് ആക്കിയെടുക്കണം. ഇനി നമ്മൾ ചെറിയ ഒരു ബോളായിട്ടാണ് ഉരുട്ടിയെടുക്കുന്നത്. കേട്ടോ, ഇവിടെ ഞാൻ ഇഡലി പാത്രം എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഉരുട്ടി ചെറിയ ചെറിയ ബോൾസായിട്ട് ഉരുട്ടി വെച്ച് കൊടുക്കണം. എന്നിട്ട് അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റൊക്കെ വേണ്ടി വരും. നമ്മുടെ മിനി കൊഴുക്കട്ട ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഈ പാത്രത്തിൽ നിന്ന് മാറ്റാം. ഇനി ഇവിടെ ഒരു ചെറിയ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുക് ഇട്ട് കൊടുത്ത് കടുകൊന്ന് പൊട്ടിത്തുടങ്ങിയപ്പോൾ ചെറിയ ഉള്ളി ചെറുതായിട്ട് കനം കുറച്ച് കട്ട് ചെയ്തതും, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇത്രയും നല്ലതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചിട്ട് നമ്മുടെ ഈ മിനി കൊഴുക്കട്ട ഇതിലേക്ക് ഇട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. ഒരു 2 മിനിറ്റ് അപ്പോഴത്തേക്കും റെഡിയാവും. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് നമുക്ക് സെർവ് ചെയ്യാം. ഞാനുണ്ടാക്കിയ മിനി കൊഴുക്കട്ട കണ്ടല്ലോ, ഒരു ആശിക്കായിൻ്റെ ഒക്കെ വലുപ്പമുണ്ട്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ. മിക്കവരും ഉണ്ടാക്കുന്നതായിരിക്കും. അടുത്തൊരു വീഡിയോയിൽ നമുക്കുടനെ കാണാം. താങ്ക് യു. ബൈ.